ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് എന്താ പറയാ, ഒരു ടോപ്പ് ദുപ്പട്ടയും കൂടിയുള്ള കോംബോ തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒരു യെല്ലോ പ്ലസ് ഒരു മസ്റ്റർഡ് യെല്ലോ കൂടി ഇട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ജോർജറ്റിലോട്ട് ഇതേപോലെ ഒരു പ്ലസ് ദുപ്പട്ട. അപ്പൊ ദുപ്പട്ടയെ പെയർ ചെയ്ത് ഇടുന്നവർക്ക് ഒത്തിരി പേരുണ്ട്. ഞാൻ ആക്ച്വലി ഇതിന്റെ സെയിം ടോൺ ബോട്ടം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ബോട്ടം എന്റെ ബ്ലാക്ക് ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, ഒരു ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. നമ്മള് ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നല്ലൊരു കോമ്പിനേഷനും ആണ്. ആ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെയർ ചെയ്തത്. അല്ലാതെ നമ്മൾ ഒത്തിരി ദുപ്പട്ടാസ് നമ്മളിപ്പോ കാണുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും മാച്ച് ആയിട്ട് നമുക്ക് തോന്നൂല. ഇത് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നി, അതുകൊണ്ടാണ്. കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് ഇടുമ്പോ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കുക. ഓക്കെ, അപ്പം എന്താ പറയാ, നമുക്ക് എക്സാക്ട് കളർ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണമെങ്കിൽ അത് ചെയ്തുതരാം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഫാബ്രിക്സിൽ നമുക്ക് ചിലപ്പോൾ മാക്സിമം കിട്ടുന്നത് ഇത് ക്രേപ്പിലോട്ടായിരിക്കും കൂടുതൽ നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലൈൻ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്ന സ്ലിറ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. നെക്കിലോട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്കാൽപ്പ് നെക്കാ കൊടുത്തേക്കുന്നത്. താഴെ ഇതുപോലെ കണ്ടോ, നല്ല സ്ക്വയർ ആയിട്ടുള്ള നെക്ക് വന്നിട്ട് ഇതേപോലെ ഒരു സ്കാലപ്പ് കൊടുത്തിട്ട് അതെന്തൊരു സിമ്പിൾ ആയിട്ട് നല്ല രസമാണ്. ഇനി നിങ്ങൾക്ക് ദുപ്പട്ട വേണമെങ്കിൽ ഇതേപോലെ വെയർ ചെയ്യാം. ഇതാ ക്രോസ് ആയിട്ട് ഇട്ടാൽ അതും ഒരു ഭംഗിയായിട്ട് നമുക്ക് നല്ല രസമായിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡേർഡ്, നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും ഇതുപോലെ വെയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഇതിന്റെ ഒരു ലൈറ്റ് പിങ്ക് കളർ ഓണിയൻ ഷെയ്ഡ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് ഫുള്ളി ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അത്യാവശ്യം വിട്ടും ലെങ്ത്തും ഒക്കെ ഉണ്ട്. എൻഡിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ ജോർജറ്റ് നമ്മൾ വന്നേക്കുന്നത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ട് ഇതേപോലെ ടോപ്പ് ദുപ്പട്ട ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബോട്ടം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി. അപ്പം ഇത് ടോപ്പ് പ്ലസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 2200 ആണ്. ഓക്കെ, ഞാനിങ്ങനെ ഒരു നല്ല വർക്കുള്ള ദുപ്പട്ടയൊക്കെ കാണിച്ചിട്ട് അപ്പൊ എനിക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗി, എനിക്ക് കണ്ടപ്പോ തന്നെ ഈ ദുപ്പട്ട ഇഷ്ടമായി. അതുകൊണ്ട് നല്ലൊരു മെഹന്തി കളറായിട്ട് ഇതിനകത്തോട്ട് അപ്പൊ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് ചെയ്യാന്ന് വെച്ചു. അതുപോലെ തന്നെ ആ ഒരു മെഹന്തിയുടെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല യെല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ ഓവർ യെല്ലോ കാണിക്കാറില്ല. എന്നിട്ട് നല്ല ഭംഗിയിൽ ഇതേപോലെ ഒരു നെക്ക് ഈ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറെ വീനെക്കും ഈ കോളറൊക്കെ ചെയ്തേക്കല്ലേ, ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഉണ്ട്. ഇതിന് അയണിങ് പ്രോപ്പർ ആയിട്ടുള്ള, അതുകൊണ്ടാണ് കേട്ടോ ഫിനിഷിങ് ഇന്ന് ചെയ്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി തന്നതാണ്. അപ്പൊ ഇത് ലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയാട്ടോ. ഞാൻ ഇതിന്റെ നമ്മുടെ ദുപ്പട്ടയുടെ സ്റ്റോക്ക് ഉള്ള അത്രയും ഓർഡറേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ദുപ്പട്ട. ഓരോ മിറേഴ്സ്, അതായത് ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. ശരിക്കും ഇങ്ങനത്തെ ഒത്തിരി ദുപ്പട്ടാസ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു നല്ലൊരു പ്രിന്റ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാം സിമിലർ ആയിട്ട് ഒത്തിരി ഈ ഒരു മിറേഴ്സ് സ്റ്റിക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് നല്ല ഭംഗി, കളറും എല്ലാം കൊണ്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് സെറ്റ് ചെയ്തിട്ട് ടോപ്പും ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ക്ലോത്ത് ബട്ടൺ ആഡ് ചെയ്തേക്കണം. ഇതിന്റെ ഒരു സിമിലർ കളർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ബട്ടൺ വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. പിന്നെ ബോട്ടം വേണമെങ്കിൽ നമുക്ക് സെയിം ടോൺ തന്നെ വെയർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ദുപ്പട്ട വെയർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ, ഞാനിപ്പോ റെഡ് ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇതുപോലെയൊക്കെ നമുക്ക് ഇതാ ഇപ്പം ആദ്യം ഫസ്റ്റ് ഒക്കെ മുമ്പൊക്കെ വീഡിയോ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ദുപ്പട്ടയൊക്കെ ഇട്ടുകൊണ്ട് പ്ലെയിൻ കുർത്തിയുടെ കൂടെയൊക്കെ, അതൊരു പഴയ ഫാഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇതുപോലെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഇതുപോലെയൊക്കെ ഇട്ട് സിമ്പിൾ ആയിട്ട്. ഇനി നിങ്ങൾക്ക് ഈ പാറ്റേൺ തന്നെ സ്ലിറ്റിലോട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം, ലൈൻ ചെയ്യണമെങ്കിലും ചെയ്യാം. അതുപോലെ നെക്ക് പാറ്റേൺ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇതുപോലെ ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് ലൈൻ പാറ്റേൺ, സ്ലീവിലോട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പ്ലെയിൻ ഒരു ടോപ്പും ഈ ഒരു ദുപ്പട്ടയും കൂടിയാണ് ഇന്ന് പെയർ ചെയ്തേക്കുന്നത്. കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. എൻഡിലോട്ട് ഇതുപോലെ ഗ്രീൻ കളർ ടാസൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആരും മിസ് ചെയ്യരുത്. കാരണം ദുപ്പട്ട ഞാൻ പറഞ്ഞില്ല, എന്റെ ലിമിറ്റഡേ ഉള്ളൂ. അതുകൊണ്ട് ദുപ്പട്ടയുടെ ഉള്ളത് നമ്മൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ നെക്ക് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. എല്ലാവർക്കും നല്ല മാച്ച് ആവട്ടെ. കുറച്ച് ഇതിന്റെ അയണിങ് കറക്റ്റ് പ്രോപ്പറായി ഹെമ്മിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ അത് അതേപോലെ നിന്നോളും. ഇത് ഹെമ്മിങ് ആയിട്ടുള്ള റെഡി ആയ ഉടനെ തന്നെ ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, അപ്പം ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. അടിപൊളി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കളേഴ്സ് യെല്ലോ ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. യെല്ലോ പിന്നെ വരുന്ന സ്റ്റോക്ക് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ വേറെ കളേഴ്സ് ആയിപ്പോവും. അപ്പൊ ഇത് നല്ലൊരു യെല്ലോ, മെഹന്തി യെല്ലോ തന്നെയാണ്, ആ ഒരു കളറാണ്. അപ്പം ഇതിന്റെ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സെയിം തന്നെ സ്ലിറ്റ് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെന്താ വേറെ സ്ലീവ് ലൈനിങ്ങിനോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ക്ലോത്ത് ബട്ടൺ ആഡ് ചെയ്യുന്നതും എല്ലാം കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ദുപ്പട്ട മാത്രമാണ് മെയിൻലി ഇതിന് ഈ ഒരു മെറ്റീരിയലും ആണ്
മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാരും വേഗം തന്നെ ബുക്ക് ചെയ്യുക. താങ്ക് യു.